ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 10 മാസത്തെ നമ്മളെ ഫിഫ്ത്ത് ഇയറിൻ്റെ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള നാട്ടിലേക്ക് പോവാണ്. ഞാൻ അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഉമ്മാനെ കണ്ടിട്ട് ഏകദേശം 1.5 വർഷമാകാനായി. ലാസ്റ്റ് ഇയർ ഞാൻ വെക്കേഷൻ പോയപ്പോൾ ഉമ്മ സൗദിയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഉമ്മാനെ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതോടെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാനിപ്പോൾ ഷാർജ എയർപോർട്ടിലെ വാഷ്റൂമിൽ നിന്നിട്ടാണ് ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുന്നത്. പിന്നെ ഔട്ട്ഫിറ്റ് ആസ് യൂഷ്വൽ ഞാനൊരു വൈറ്റ് ഔട്ട്ഫിറ്റാണ് ഇന്നും ഇട്ടിട്ടുള്ളത്. ഞാൻ ഔട്ട്ഫിറ്റ് കൊണ്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് നാട്ടിൽ പോകുമ്പോൾ ഫുൾ വൈറ്റ് ഔട്ട്ഫിറ്റ്. അത് എങ്ങനെ ആവണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ 2 ക്ലിപ്പ് തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം നാട്ടിൽ പോയപ്പെട്ട വൈറ്റ് ഔട്ട്ഫിറ്റിൻ്റെ. പിന്നെ നമുക്കിവിടെ ഒരു 15 മണിക്കൂറിൻ്റെ ലേ ഓവർ ഉണ്ട് ഷാർജയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇവിടെ വന്നിട്ട് എടുക്കാൻ വിചാരിച്ചു. കാരണം വരുമ്പോൾ തന്നെ എടുത്ത് വന്നാൽ ക്ഷീണിക്കും. നമ്മളിപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ ഇന്ന് ഭയങ്കര വലിയൊരു സന്തോഷമുള്ള കാര്യം നടന്ന്. നമ്മളെ 2-3 ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് വന്ന് സംസാരിച്ച് നമ്മൾ ടിക്കറ്റ്, അതായത് നമുക്ക് ഇവിടുന്ന് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റിലെ ടിക്കറ്റിൻ്റെ ബോർഡിംഗ് പാസിൽ ഏറ്റവും ലാസ്റ്റ് സീറ്റ് ആയിരുന്നു നമുക്ക്. അപ്പോൾ ഓരത് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് സീറ്റാക്കി തന്ന്. പിന്നെ നമ്മളെ കൂടെ ഉള്ള ഒരാൾക്ക് ലെഗ് സ്പേസ് കുറവാണ്, അതുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് എമർജൻസി എക്സിറ്റിൻ്റെ അവിടേക്ക് സീറ്റാക്കി കൊടുത്ത് ആൾക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാമെന്ന്, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറയാനൊക്കെ പറഞ്ഞിട്ട് ഒരു ആഷിക്ക് എന്ന് പറഞ്ഞ വിക്കാക്കാൻ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട്. ആള് കണ്ണൂർ സ്വദേശിയാണ്. ആള് വ്ലോഗൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ മൂപ്പര് നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ തിങ്ക് സോ ജിംഷാദോ ഓർ ജംഷാദോ, പേര് പ്രൊണൗൺസിയേഷൻ എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മയില്ല. ഞാൻ കറക്റ്റ് പേരോട് പറഞ്ഞുതരാം. ആളെ നമ്മൾ കണ്ടു. ആള് നമ്മൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരാൻ പറഞ്ഞു. ആൾ നമുക്ക് ഫുഡ് വാങ്ങി തരാൻ പറഞ്ഞു, ചായ വാങ്ങി തരാൻ. നമ്മളോട് കുറേ നേരം പോലെ ഫോഴ്സ്ഫുള്ളി ചോദിച്ച് നമുക്ക് അത് വേണോ ഇത് വേണോ, പക്ഷെ നമ്മളൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ നമുക്ക് നമ്പറൊക്കെ തന്ന് എന്തെങ്കിലും ആവശ്യം വിളിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഷാർജ എയർപോർട്ടിൽ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. ഒരു വൈറ്റിൽ ബ്ലാക്ക് ലെഗിനുള്ള ഒരു എന്താ പറയുക കോഡ് സെറ്റ് പോലത്തെ ഡ്രസ്സ്. പിന്നെ ഇതിൽ വേറെ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുത്താൽ നമുക്ക് വേറെ ആളില്ലാത്തതുകൊണ്ട് എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്പും കൂടെ ഉണ്ട്. ഞാൻ ആ ക്യാപ്പ് ഇട്ട് കാണിച്ചു തരാം. പക്ഷേ എന്നാൽ ഷാള് പ്രോപ്പർ ഇടാത്തതുകൊണ്ട് ഇവിടെ കുടുങ്ങി എടുക്കുന്നുണ്ട്. അത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ് വരുന്നത്. പിന്നെ ഔട്ട്ഫിറ്റിൽ ചെരുപ്പ് നോക്കണം. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രയർ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ സാധാ ചെരുപ്പിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഇതിലേക്ക് ഒരു ബർഗണ്ടി ഹിജാബും ഒരു ബർഗണ്ടി ഒരു ഷൂവും ബർഗണ്ടി ബാഗൊക്കെയാണ് ഞാൻ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ടിലാണുള്ളത്. നമുക്കിവിടെ ഒരു 15 മണിക്കൂറിൻ്റെ ലേ ഓവർ വരുന്നുണ്ട്. അറബിയാണ് നമ്മളെ ഫ്ലൈറ്റ്. എനിക്കിനി രാത്രി 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ഏകദേശം 2-2:30 ആയി സമയം. നമ്മളിവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ നമ്മളൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു. ഞാനപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ പ്രയറൊക്കെ കഴിഞ്ഞ് പുറത്തുകൂടെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ മുന്നിലൊരു 7-8 മണിക്കൂർ ബാക്കിയുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളെ കൂടെ വന്ന കുറേ ആൾക്കാർ കൊച്ചിക്കുള്ളവരൊക്കെ പോയി. അവർക്ക് ഫ്ലൈറ്റ് ഉച്ചയ്ക്കായിരുന്നു, അവർ പോയി. നമ്മളെ ഫ്ലൈറ്റിൻ്റെ സമയം കാണിച്ചു തരാം. ഇതിലുണ്ട് നമ്മളെ ഫ്ലൈറ്റിൻ്റെ സമയം. നമ്മൾ ഫ്ലൈറ്റിൻ്റെ സമയത്തിൽ കാണിക്കലും കൂടി ഇല്ല, വന്നിക്കില്ല ഇതുവരെ. ഇതിൽ നമ്മളെ ഫ്ലൈറ്റിൻ്റെ സമയം ആവണ വരെ ഉള്ളൂ വരുത്തുള്ളൂ. വാറിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഫ്ലൈറ്റ്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റായി ടിക്കറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് എനിക്ക് മിസ്സായതുകൊണ്ട് എനിക്ക് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് ഷൈ ആവുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലികം നമുക്ക് വീഡിയോ പിന്നെ ക്ലിപ്സ് എടുത്തിട്ട് ഞാൻ ഓൺ വോയിസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരു മസാല ദോശയാണ് വാങ്ങിയത് വിശന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം എത്ര? 5 മണിയോ? 4:30. അപ്പോൾ നമ്മളെ ഷാർജ എയർപോർട്ടിൽ നിന്ന് വന്ന് കണ്ട് സംസാരിച്ച ഒരിക്കാക്കാണത്. ആളെ പേര് ആഷിഖ് എന്നാണ്. ആള് കണ്ണൂർ സ്വദേശിയാണ്. നമ്മളെ കൂടെ ഉള്ള ഒരാൾക്ക് ലെഗ് സ്പേസ് വേണം പറഞ്ഞപ്പോൾ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ എയർ അറേബ്യയുടെ ടിക്കറ്റിലെ ബോർഡിംഗ് പാസ് മാറ്റി തന്നു. നമ്മൾ സീറ്റ് ബാക്കിലായിരുന്നു, അത് നമുക്ക് ഫ്രണ്ടിലേക്ക് ആക്കി തന്നു. നമ്മൾ ഹനാൻ്റെ കൂടെയുള്ള വീഡിയോസൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് കണ്ട് പരിചയപ്പെട്ട് വാങ്ങി തന്നാണ്. ആൾ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. ആൾ പണിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഫേസ് കാണിക്കുന്നത് ഇഷ്ടമാവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണില്ല. അപ്പം നമ്മൾ അടുത്ത ഫ്ലൈറ്റിലെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു 1 അവറിനുള്ളിൽ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കും. ദെൻ നാളെ രാവിലെ ഒരു 3:30 സമയങ്ങളാണ് നമ്മൾ നാട്ടിലെത്തുക, കോഴിക്കോട് എയർപോർട്ടിലെത്താം. അപ്പോൾ ഒരു നേരം കൊണ്ടുവരാൻ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അനിയൻ്റെ ഒരു സുഖം വെച്ചിട്ട് ഓൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. ഓൻ അങ്ങനെയാണ് പൊതുവെ.
അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അപ്പം ഞാൻ സസ്യവും. പിന്നെ ഇതിനിടയ്ക്ക് വേറെ കോമഡി ഉണ്ടായി. ഉപ്പ ഞാൻ വരുന്ന സെയിം ടൈമിൽ എയർപോർട്ടിൽ അറൈവലാവണ രീതിയിൽ ടിക്കറ്റൊക്കെ നോക്കിയൊക്കെ സെറ്റാക്കി. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പാൻ്റെ ഇക്കാമ കിട്ടിയില്ല, അപ്പോൾ ഉപ്പാക്ക് വരാൻ പറ്റില്ല. ഇക്കാൻ പുതുക്കി കിട്ടിയില്ല, അപ്പോൾ ഉപ്പാക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ ഭയങ്കര സങ്കടത്തിലാണ്. ഇത് മെസ്സേജ് ചെയ്യുന്നത്. എക്സൈറ്റഡ് ആണോ ചോദിച്ചാൽ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ മമ്മിനെ 400+ ഡേയ്സ് വേണ്ട കാണണം. ഏകദേശം 400 സംതിങ്, ഒരു 450 ദിവസമൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഉമ്മാനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഉമ്മ തടിച്ചു എന്നൊക്കെ പറഞ്ഞിനി, ഉമ്മ മെലിഞ്ഞു പറഞ്ഞിനി. അപ്പോൾ ഏതാണ് അവസ്ഥ എന്ന് നോക്കാം. പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് ഫ്ലൈറ്റിൽ ശേഷം കാണിച്ചു തരാം കേട്ടോ. നാട്ടിലെത്തി നമ്മളെ ലഗേജ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു, പെട്ടെന്ന് പരിപാടിയായി. അപ്പോൾ ലഗേജ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലഗേജ് കിട്ടിയിട്ട് വേണം പുറത്തിറങ്ങാൻ. നമ്മൾ ഫസ്റ്റ് കയറിയതായതുകൊണ്ട് നമുക്ക് ലാസ്റ്റൊക്കെ ലഗേജ് കിട്ടുള്ളൂ. അത് കിട്ടിയിട്ട് വേണം പുറത്തിറങ്ങാൻ. ഒരു പുറത്തുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച്. അത്രേ ഉള്ളൂ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്നെ കാത്തു നിന്നത് എൻ്റെ ഫുൾ ഫാമിലിയാണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും വന്ന് എനിക്ക് ഇത്രയും ഗ്രാൻഡായിട്ടുള്ളൊരു വെൽക്കമിങ് തരും എന്നുള്ളത്. കുറേ ദിവസം കഴിഞ്ഞ് ഉമ്മാനെ കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടവും എക്സൈറ്റ്മെൻറ്റും ഒരുപാടായിരുന്നു എനിക്ക്. അതിൻ്റെയാണ് ഈ കണ്ണീരൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 1 ഇയർ. ആ ഒരു സ്ട്രഗിളിൻ്റെ സന്തോഷവും സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാനത് റിക്കവർ ആയിട്ടോ. പെട്ടെന്ന് സങ്കടമൊക്കെ മാറി. കാരണം ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇത് എൻ്റെ ചെറിയ മാമനാണ്. മാമനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ കാര്യത്തിനും. പിന്നെ ഇതിൻ്റെ മാമൻ്റെ മക്കളെ, ഇതിൻ്റെ അനിയൻ, ചെറിയ അനിയൻ, ഉമ്മൻ്റെ അനിയത്തി, അനിയത്തിൻ്റെ കുട്ടികളെ, 2 അമ്മായിമാർ, എല്ലാവരും വന്നിരുന്നു. ഓൾ കസിൻസ്, ഉമ്മൻ്റെ വീട്ടിലെല്ലാവരും, വല്യമ്മ എല്ലാവരും വന്നിരുന്നു. പിന്നെ ഇതിൻ്റെ മൊത്തം പുറകിൽ കഷ്ടപ്പെട്ട ഒരാളുണ്ട് കേട്ടോ, എൻ്റെ വലിയ അനിയൻ ഇതിന് വേണ്ടി കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ഓനിൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഉപ്പൻ്റെ വീട്ടിൽ ഫാമിലി കുറേ പേരെ വിളിച്ചിരുന്നു. പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ ഞാൻ ഏർലി മോർണിംഗ് ആണല്ലോ വരുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട്. ഈ ബ്ലാക്ക് ഉപ്പായിട്ട് ആളാണ് എൻ്റെ അനിയൻ കണ്ണട വെച്ചിട്ടുള്ളത്. ഓനെ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം, ഷമ്മാസ് ടൂവേ എന്ന് പറഞ്ഞ ഒരുപാട് പേർക്ക് അറിയാം. ഓനെ കണ്ടപ്പോഴാണ് ഞാൻ ഭയങ്കര ഇമോഷണൽ കുറച്ചും കൂടെ ആയത്. കാരണം അത്രയും ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു ഫ്ലെക്സും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അമ്മൻ്റെ വീട്ടിൽ എനിക്ക് ചെറിയൊരു കേക്ക് കട്ടിങ്ങും അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചിട്ട് 2 വർഷമായി. ആളുടെ ബിഗ് ആഗ്രഹമായിരുന്നു ഞാനൊരു MBBS കംപ്ലീറ്റ് ചെയ്യണം, ഡോക്ടർ ആവണം എന്നുള്ളത്. ആൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തതും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതും. ഒരുപാട് സ്ട്രഗിൾസ് വന്നപ്പോഴും ആ സമയത്തൊക്കെ വീയാണ്ട് പിടിച്ചു നിന്നതൊക്കെ വലിയപ്പാക്കും കൂടി വേണ്ടിയിട്ടായിരുന്നു. ആളിന്നിപ്പോൾ ഞങ്ങളെ കൂടെ ഇല്ല. അപ്പോൾ ആളുടെ ഫോട്ടോ കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫ്രെയിം എനിക്ക് തന്നപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി. ആ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം സ്റ്റിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് നെഞ്ചിങ്ങനെ പെടുക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ആ ഫ്രെയിം തരുമ്പോൾ തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതായിരിക്കും എന്നുള്ളത്. കാരണം എനിക്കറിയാം അങ്ങനെ ഒരു ഫ്രെയിം എനിക്ക് എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്നുള്ളത്. പിന്നെ അതിനുശേഷം എല്ലാവരും ഭയങ്കര ഇമോഷണലായി ആ ഒരു ഫോട്ടോ കണ്ട സമയത്ത്. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടാൻ വേണ്ടി നല്ല ലേറ്റ് ആവും. ചിലപ്പോൾ ഞാൻ തിരിച്ച് പോണ സമയത്ത് എങ്ങാനും ആയിരിക്കും വീഡിയോ ഇടുന്നുണ്ടാവുക. കാരണം ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഫാമിലിയിൽ 18 വയസ്സിന് ശേഷം പഠിക്കുന്ന ഫസ്റ്റ് പെൺകുട്ടി ഞാനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും ഞാനൊരു കാര്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ മൊത്തം ഫാമിലീൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എല്ലാവരും വിചാരിക്കരുത്. അതേപോലെ ഉമ്മൻ്റെ വീട്ടിലെ ഫസ്റ്റ് പേരക്കുട്ടി ഞാനാണ്. എൻ്റേത് കണ്ടിട്ടാണ് ഓരോ മക്കളും ഓരോ കാര്യങ്ങൾ ചെയ്യലും, അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന് പറയലും, അവരതിന് വേണ്ടിയിട്ട് വീട്ടുകാരോട് സംസാരിക്കലൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിലെ എല്ലാ ആൾക്കാർക്കും ഞാനൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അവരുടെ ഓരോരുത്തരുടെയും വലിയൊരു സന്തോഷമാണ്. ഇതാണ് എൻ്റെ വല്യമ്മ എൻ്റെ തൊട്ടടുത്തുണ്ട്. എല്ലാവരും കുറച്ച് സമയം ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ ബാക്കി ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തില്ല. വ്ളോഗ് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.